പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്കേവർക്കും ഈ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതെന്ന് പറയുന്ന ഒരു മാഗസീൻ ഹോളാണ്. അപ്പോൾ മാഗസീൻ ഹോളിലേക്ക് കടക്കുകയാണ്. അപ്പം ഞാൻ ആദ്യമായിട്ട് പർച്ചേസ് ചെയ്ത മാഗസീൻ എന്ന് പറയുന്നത് ഇതുവരെ ഞാൻ നമ്മുടെ ചാനലിൽ ഇതുവരെ കാണിക്കാത്തൊരു മാഗസീനാണ്. ഇത് വളരെ പ്രശസ്തമായിട്ടൊരു മാഗസീനാണ്, കേരളത്തിൽ മലയാളം മാഗസീനാണ്. പക്ഷേ ഞാൻ ഇതുവരെ പർച്ചേസ് ചെയ്യുകയോ നമ്മൾ ഹോൾ ചെയ്യുകയോ ചെയ്തിട്ടില്ല. അത് എനിക്ക് ആ ടോപ്പിക്കിനോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്. കാരണം നമ്മളെപ്പോഴും സാഹിത്യവും സാംസ്കാരികവുമായിട്ടുള്ള കാര്യങ്ങളിലുള്ള ടോപ്പിക്കുള്ള മാഗസീൻസാണ് സാധാരണഗതിയിൽ ഹോൾ ചെയ്യാറ്. ഈവൻ സ്ത്രീകൾക്ക് വേണ്ടി ഇറക്കുന്ന മാഗസീൻസ് ഒന്നും നമ്മൾ വാങ്ങുകയോ ഹോൾ ചെയ്യുകയോ അങ്ങനെയൊന്നുമില്ല. അതുപോലെ ഇങ്ങനത്തെ ടോപ്പിക്കുകളും നമ്മൾ വാങ്ങാറില്ല. പക്ഷേ ഇതൊരു പ്രത്യേക എന്താ പറഞ്ഞാൽ കവറിനകത്തൊക്കെ വന്നുകൊണ്ട് ഒരു സ്പെഷ്യൽ എഡിഷൻ എന്ന രീതിയിലാണ് ഞാനിത് പർച്ചേസ് ചെയ്തത്. ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ട്രാക്കാണ്. 2 ഓളിയോ ഉണ്ടെന്ന് തോന്നുന്നു. 2 ഓളിയോ ഉണ്ട് ഇതിനകത്ത് എന്ന് കിടക്കുന്നു. അപ്പോൾ ഇതൊരു കവറിനകത്താണ് വന്നിട്ടുള്ളത്. ഇങ്ങനൊക്കെ 2 ഓളിയോ ഉള്ള ഒരു ആനുവൽ സ്പെഷ്യൽ ഇഷ്യൂ ആണ്. അപ്പോൾ ഫാസ്റ്റ് ട്രാക്ക് എന്നാണ് ഇത് പേര്. ഇത് വണ്ടികളെ പറ്റിയുള്ള വാഹനങ്ങളെ പറ്റിയുള്ള ഒരു മാഗസീനാണ്. ഇതിപ്പോൾ വണ്ടികളെ സ്നേഹിക്കുന്ന ആൾക്കാർ, ഇപ്പോൾ ചിലപ്പോൾ ഒരുപാട് വണ്ടി ഭ്രാന്തന്മാരുണ്ടല്ലോ, അപ്പോൾ അങ്ങനത്തെ ആൾക്കാരെ തീർച്ചയായിട്ടും എന്താ പറഞ്ഞാൽ വായിക്കുകയും ചെയ്യുന്ന മാഗസീൻ തന്നെയാണ്. നമ്മളങ്ങനെ ഇതിനോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് വാങ്ങിക്കാറില്ല. പക്ഷേ ഇതൊരു സ്പെഷ്യൽ എഡിഷൻ ആയതുകൊണ്ടും പിന്നെ വണ്ടികളെ പറ്റിയുള്ള ഒരു ജനറൽ നോളജ് അറിയാലോ എന്ന് വിചാരിച്ചോണം വാങ്ങിയത്. മലയാള മനോരമ ഇറക്കുന്ന മാഗസീനാണ്. ഈ പർട്ടിക്കുലർ ഇഷ്യൂവിന് ഫെബ്രുവരി ഇഷ്യൂ ആണ്, 2025 ഫെബ്രുവരി ഇഷ്യൂ ആണ്. 2 ഓളിയോ ഉണ്ട്. അപ്പോൾ ഈ 2 ഓളിയോ ഉണ്ട്. അപ്പോൾ വണ്ടികളെ പറ്റി അറിയാനുള്ള താല്പര്യമുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള മാഗസീനാണ്. ഇത് മലയാള മനോരമയാണ് ഇറക്കുന്നത്. ഫാസ്റ്റ് ട്രാക്ക് എന്നാണ് പേര്. ഇത് വളരെ പ്രശസ്തമായിട്ടുള്ള മാഗസീനാണ്. ഞാൻ ആദ്യമായിട്ടാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ പോലും ഒരുപാട് തവണ ഞാൻ കണ്ടിട്ടുള്ള മാഗസീനാണ്. അപ്പം ഇതിൻ്റെ ആദ്യത്തെ 2 ഇഷ്യൂവിൻ്റെയും കവറുകളൊന്ന് കാണിക്കാം. ഞാനാണെങ്കിൽ ഉള്ളടക്കത്തെ പറ്റി എനിക്ക് വലിയ പരിചയമില്ല. കാര്യം വെച്ചാൽ ഞാൻ വായിക്കാത്ത മാഗസീൻ ആയതുകൊണ്ട്. അപ്പം ഒരു ഓളിയം എങ്ങനെയാണെന്ന് വെച്ചാൽ ഹൂണ്ടായി ക്രിറ്റ ഇലക്ട്രിക് എന്ന് പറയുന്ന വണ്ടിയുടെ ടെസ്റ്റ് ഡ്രൈവും, പിന്നെ ടെസ്റ്റ് റൈഡ് ബജാജ് ചേതക്കിൻ്റെ ടെസ്റ്റ് ഡ്രൈവ്, പിന്നെ റിവർ ഇന്ത്യയിൽ നടക്കുന്നു, ചിലപ്പോൾ അതിൻ്റെ മോഡലിൻ്റെ പേരായിരിക്കും. പിന്നെ ട്രാവലോഗ് ആനക്കട്ടി ഷോളയൂറിലോട്ട് വണ്ടിയിൽ പോയിട്ടുള്ള ട്രാവലോഗ്, അതുപോലെ ടെസ്റ്റ് ഡ്രൈവ് സ്കോഡ കൈലാക്ക് ഇതിൻ്റെയൊക്കെ പ്രൊണൗൺസിയേഷൻ വ്യത്യാസം ഉണ്ടായിരിക്കും. അങ്ങനെ മൊത്തം 3 വണ്ടിയുടെ ടെസ്റ്റ് ഡ്രൈവ് ഉണ്ട്. ഒന്ന് ഹൂണ്ടായി ക്രീറ്റ, ബജാജ് ചേതക്ക് 3501, റിവർ ഇന്ത്യയിൽ നിന്നും കൂടെ എഴുതിയിരിക്കുന്നത്. കൂടാതെ ടെസ്റ്റ് ഡ്രൈവ് സ്കോഡ കൈലാക്കുണ്ട്. അതുപോലെ ട്രാവലോഗ് ആനക്കട്ടി ഷോളയൂറുള്ള ആനക്കട്ടി എന്ന് പറയുന്ന സ്ഥലത്തായിട്ട് നടത്തിയിട്ടുള്ള ട്രാവലോഗിൻ്റെ ഇതുണ്ട്. അതത്രയാണ് കവറിൽ അവർ കൊടുത്തിരിക്കുന്നത്. കവറ് ഈ ഹൂണ്ടായിയുടെ ക്രിറ്റ എന്ന ഇലക്ട്രിക് വണ്ടിയുടെ കവറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ഒരു ഓളിയത്തിൻ്റെ കവറ്. അതിനുശേഷം ഉള്ളടക്കം പേജ് നോക്കുകയാണ്. ഉള്ളടക്കം പേജ് ഉണ്ട്. ഇതാണ് ഉള്ളടക്കം പേജ്. അപ്പോൾ ഉള്ളടക്കം പേജ് ഞാൻ നേരത്തെ വായിക്കുകയാണ്. അപ്പോൾ എനിക്ക് കണ്ടൻറ്റുകളെ പറ്റി വലിയ ധാരണയില്ല. അപ്പം ഞാൻ പറഞ്ഞു റിവർ ഇന്ത്യ, ഇതാണ് റിവർ ഇന്ത്യ. ഫോട്ടോകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല വർണ്ണ ശോഭയാർന്ന ഫോട്ടോകളുണ്ട്. അപ്പം ഇതാണ് നമ്മൾ എന്താ പറയുക ബജാജിൻ്റെ ടെസ്റ്റ് റിവർ ഇന്ത്യ. അതൊരു വണ്ടിയുടെ പേരാണ് കേട്ടോ. റിവർ ഇന്ത്യ എന്ന് പറയുന്ന വണ്ടി ഇതാണ്. അതുപോലെ ബജാജ് ചേതക് സ്കൂട്ടർ പോലെ ഇരിക്കുന്ന വണ്ടി, അതിൻ്റെ ടെസ്റ്റ് ഡ്രൈവ്. അങ്ങനെ ടെസ്റ്റ് ഡ്രൈവ് ഇപ്പം ഞാൻ കവറിൽ വായിച്ച കാര്യങ്ങൾ തന്നെ. ഒന്ന് റിവർ ഇന്ത്യയുടെ ടെസ്റ്റ് ഡ്രൈവ്, അതുപോലെ ടെസ്റ്റ് ഡ്രൈവ് ഹൂണ്ടായി ക്രീറ്റയുടെ ഇലക്ട്രിക്കിൻ്റെ ടെസ്റ്റ് ഡ്രൈവ്, അതുപോലെ തന്നെ മോട്ടോർ സ്പോർട്സ് ദക്കാർ റാലിയെ പറ്റിയുള്ള ഒരു ആർട്ടിക്കിൾ, അതുപോലെ ന്യൂസ് TVS കിങ് EV മാക്സ് ഇന്ത്യയിലെ ആദ്യത്തെ ബ്ലൂടൂത്ത് കണക്റ്റഡ് ഇലക്ട്രിക് 3 വീലർ. ഇതാണത്. ഇന്ത്യയിലെ ആദ്യത്തെ ബ്ലൂടൂത്ത് കണക്റ്റഡ് ഇലക്ട്രിക് 3 വീലർ ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പേരാണ് TVS കിങ് EV മാക്സ്. അതുപോലെ തന്നെ ടെക്സ്റ്റ് ഡ്രൈവ് ബജാജിൻ്റെ ചേതക്കിൻ്റെ ടെക്സ്റ്റ് ഡ്രൈവ് ഞാൻ പറഞ്ഞു. അതുപോലെ സേഫ് ഡ്രൈവ് ലെയിൻ ട്രാഫിക് പാലിക്കേണ്ടതിൻ്റെ ആവശ്യകത, അതിനെപ്പറ്റി ഒരു ആർട്ടിക്കിൾ. പിന്നെ ബയേഴ്സ് ഗൈഡ് എന്ന് പറഞ്ഞിട്ടൊരു കോളം ഉണ്ട്. അതുപോലെ കോഫി ബ്രേക്ക് എന്ന് പറയുന്നൊരു കോളം ഉണ്ട്. അതുപോലെ സ്കോഡ കൈലാക്കിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് കൊടുത്തിരിക്കുന്നു. അതുകൊണ്ടാണ് ശ്യാം മോഹൻ എന്ന് പറയുന്നൊരു സിനിമാ താരത്തിൻ്റെ ഓട്ടോബയോഗ്രഫി എന്ന് വെച്ചാൽ അദ്ദേഹത്തെ പറ്റിയുള്ള റൈറ്റപ്പ് ആയിരിക്കും. അദ്ദേഹത്തിന് എല്ലാവർക്കും ഒരു വണ്ടികളോടുള്ള താല്പര്യമുണ്ട്. അതുപോലെ ട്രാവലോഗ് ആനക്കട്ടി ഷോളയൂറിലുള്ള ട്രാവലോഗ്. ഇപ്പോൾ ശ്യാമോഹൻ്റെ വണ്ടി പ്രണയത്തെ പറ്റിയുള്ള ഒരു ആർട്ടിക്കിളും ഉണ്ട്. അപ്പോൾ ഇതാണ് ഉള്ളടക്കം പേജ്. ഫാസ്റ്റ് ട്രാക്ക് ഫെബ്രുവരി ലക്കം 2025 ഫെബ്രുവരി ലക്കം ഓളിയം 1, പിന്നെ ഓളിയം 2. ഇതിന് ഓളിയം 1 ഓളിയം 2 പ്രത്യേകമില്ല. ഇതായിരിക്കാം ചിലപ്പോൾ മെയിൻ ഓളിയം. കാരണം ഇതിൻ്റെ കുറച്ചും കൂടെ എന്താ പറയുക ഗ്ലോബൽ എക്സ്പോ 2025 സ്പെഷ്യൽ ഇഷ്യൂ എന്നൊക്കെ പറഞ്ഞാൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതായിരിക്കാം ചിലപ്പം
മെയിൻ വോളിയം എന്ന് പറയുന്നത്. ഇതിനകത്ത് സൈബർ ട്രക്ക് MG എന്ന് പറയുന്ന ഒരു വണ്ടിയുടെ എന്താ പറയുക കവറാണ് കൊടുത്തിട്ടുള്ളത്. വണ്ടി പ്രാന്തന്മാർക്ക് ഈ വണ്ടിയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയായിരിക്കും. ഇതിൻ്റെ MG എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ വണ്ടിയാണ് കൊടുത്തിട്ടുള്ളത്. സൈബർ സ്റ്റർ എന്ന് എഴുതിയിരിക്കുന്നത്. സ്പെഷ്യൽ ഇഷ്യൂ കവറിൽ എഴുതിയിരിക്കുന്നത് മാത്രം ഒന്ന് വായിക്കാം. 3.25 ലക്ഷത്തിൻ്റെ, അതായത് 3.25 ലക്ഷം, 3.25 ലക്ഷത്തിൻ്റെ ഡോളർ കാർ, 18 കോടിയുടെ ബസ്, രാജ്യത്തെ ആദ്യത്തെ ഇലക്ട്രിക് ഫ്ലൈയിങ് ടാക്സി, ഹൈഡ്രജൻ ട്രക്ക്, ഇലക്ട്രിക് ഹൈബ്രിഡ് പ്ലഗ് ഇൻ ഹൈബ്രിഡ് ഫ്യുവൽ സെൽ വാഹനങ്ങൾ, പുതിയ ലോഞ്ചുകൾ, കോൺസെപ്റ്റ് വാഹനങ്ങൾ, പവലിയൻ കാഴ്ചകൾ. അപ്പോൾ ഗ്ലോബൽ എക്സ്പോ 2025 പറ്റിയുള്ള ഭാരത് മൊബിലിറ്റി നടത്തുന്ന ഗ്ലോബൽ എക്സ്പോ 2025 പറ്റിയുള്ള റൈറ്റപ്പാണ്. അതാണ് കവർ സ്റ്റോറി. അപ്പോൾ ആ കവർ സ്റ്റോറിയെ പറ്റി അതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ഇതിനകത്തുള്ളത്. ഇപ്പോൾ ഓരോരോ സാധനങ്ങൾ എന്തൊക്കെയാണ് ഇതിനകത്തുള്ളത്, അല്ലെങ്കിൽ ആ എക്സ്പോയിൽ എന്തൊക്കെയാണ് പുതുതായിട്ട് പരിചയപ്പെടുത്തിയത് എന്നൊക്കെ ഉള്ളത് വണ്ടികൾ എന്നതിനെ പറ്റിയുള്ള ഇതാണ് ഉള്ളടക്കം പേജ്. ഒരു ലിസ്റ്റായിട്ട് കൊടുത്തിരിക്കുന്നു, ഞാൻ നോക്കി വായിക്കാം എന്താണ്. എക്സ്പോ സ്റ്റാർസ്, ഓക്കെ വണ്ടികളുടെ പേരാ കേട്ടോ. ഹെവി വെഹിക്കിൾസ്, പവലിയൻ, ഇൻ്റർവ്യൂ, CS ഗോപാലകൃഷ്ണനുമായിട്ട് ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പം അത്രയാണ്. അതായത് ഈ ഫുൾ റൈറ്റപ്പും നമ്മുടെ എക്സ്പോ എന്ന് പറഞ്ഞ ഗ്ലോബൽ എക്സ്പോയെ പറ്റിയാണ്. പോർഷെ എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു കാറ് ഇവിടെ പ്രദർശനത്തിന് വെച്ചിരിക്കുന്നു. അതുകൂടാതെ എക്സ്പോ സ്റ്റാർസ്, അതായത് ഈ എക്സ്പോയിൽ, അതായത് 2025 ഗ്ലോബൽ എക്സ്പോയിൽ എന്താ പറയുക നോട്ടബിൾ കാർസ് അതിനെ പറ്റിയുള്ള റൈറ്റപ്പ് ആണോ, അത് അതിൻ്റെ ലിസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. ഓരോ കാറുകളെ പറ്റി അവർ റൈറ്റപ്പ് എടുത്തിരിക്കുന്നു. അതുപോലെ പവലിയൻ, ഓരോ പവലിയൻ, അതായത് സുസുക്കിയുടെ പവലിയൻ, യമഹ, ഹീറോ, അങ്ങനെ ഓരോ ബ്രാൻഡിൻ്റെയും പവലിയനും അവർ എന്തൊക്കെയാണ് അവിടെ പ്രദർശിപ്പിച്ചതെന്നുള്ളതിൻ്റെ റൈറ്റപ്പ്. അതുകൂടാതെ ഹെവി വെഹിക്കിൾസ്, മറ്റേത് കാറുകളാണ്, ഇത് ഹെവി വെഹിക്കിൾസ് ഏതൊക്കെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്, അത് ടാറ്റ, അശോക് ലൈലാൻഡിൻ്റെയൊക്കെ, വോൾവോ, അതിൻ്റെയൊക്കെ അതിനെപ്പറ്റി ഒരു ചെറിയ റൈറ്റപ്പ്. അതുകൂടാതെ ഈ CS ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് ഒരു ഇൻ്റർവ്യൂ. അപ്പോൾ CS ഗോപാലകൃഷ്ണൻ മിക്കവാറും ഒരു ഹ്യൂണ്ടായി ഇന്ത്യ ഹോൾ ടൈം ഡയറക്ടറും ചീഫ് മാർക്കറ്റിംഗ് ഓഫീസറുമായ, അപ്പോൾ ഹ്യൂണ്ടായി ഇന്ത്യയുടെ, അതായത് ഹ്യൂണ്ടായി എന്ന് പറയുന്ന കമ്പനിയുടെ ഡയറക്ടറും ചീഫ് മാർക്കറ്റിംഗ് ഓഫീസറുമാണ് CS ഗോപാലകൃഷ്ണൻ. അപ്പോൾ അദ്ദേഹത്തിനുമായിട്ടുള്ള ഇൻ്റർവ്യൂ ഒരു പേജേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം ഈ ഗ്ലോബൽ എക്സ്പോയുമായിട്ട് ബന്ധപ്പെട്ട കവർ സ്റ്റോറിയും അതും ഫുൾ എന്താ പറയുക സ്പെഷ്യൽ ഇഷ്യൂ ആണ്. അതെ, ഈ ഗ്ലോബൽ എക്സ്പോയെ പറ്റിയുള്ള സ്പെഷ്യൽ ഇഷ്യൂ, അതായത് പുതിയ കാറുകൾ ഏതൊക്കെയാണ് വ്യത്യസ്തമായ വണ്ടികൾ ഈ എക്സ്പോയിൽ വന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ഫാസ്റ്റ് ട്രാക്ക് 2025 ഫെബ്രുവരി. അപ്പോൾ എനിക്ക് പൊതുവേ കാറുകളോട് വലിയ താല്പര്യമില്ല. കാറ് വേണം ഓടിക്കാൻ, ഒരെണ്ണം എന്താ പറഞ്ഞാൽ ബഡ്ജറ്റിൽ ഒരു കാറ് വേണം തീർച്ചയായിട്ടും. അതല്ലാതെ എന്താ പറയുക ഈ ലോകത്തെ മികച്ച കാറുകൾ ഏതൊക്കെ അങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്ക് അതിനെപ്പറ്റി വലിയ നോളജ് ഇല്ല. പക്ഷേ തീർച്ചയായിട്ടും ഒരു ജനറൽ നോളജ് എന്ന രീതിയിൽ നമുക്കത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പോർഷെ എന്ന് പറയുന്ന ഒരു കമ്പനി, അതുപോലെ GM ഉണ്ട്, ജനറൽ മോട്ടോഴ്സ്, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ടാറ്റ, അങ്ങനെയൊക്കെ ഓരോരോ ഇപ്പോൾ ചില ആൾക്കാരൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ കാറുകളുടെ പേരുകളൊക്കെ ഇങ്ങനെ മണി പോലെ പറയുന്നേക്കാം. ആ കാർ, ഈ കാർ, മറ്റു കാർ. നമുക്ക് ഈ ചില കാറുകളൊന്നും കണ്ടാൽ തന്നെ ഇത് വേറൊരു കാറാണ്, ഇത് വേറൊരു കാറാണെന്ന് പോലും ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. അപ്പോൾ അങ്ങനത്തെയൊക്കെ സിറ്റുവേഷൻസ് ഉണ്ട്. കാറുകളെ പറ്റി അറിയാവുന്നവർക്ക് സ്വന്തമായിട്ട് കാറില്ലെങ്കിലും ഇതിനെപ്പറ്റി ഇതിൽ താല്പര്യമുള്ള കുറച്ച് ഉദാഹരണം ആൾക്കാരെ, നമ്മളെ ഫ്രണ്ട്സൊക്കെ ഒരുപാട് ആൾക്കാരെ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ ഈ വണ്ടികളെ പറ്റി പിള്ളേരെയൊക്കെ എന്ന് വെച്ചാൽ എൻ്റെ സുഹൃത്തുക്കൾ തന്നെ അവരെ എല്ലാം കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. അവർക്ക് സ്വന്തമായിട്ട് വണ്ടിയൊന്നും ഇല്ലെങ്കിൽ പോലും ഇങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ എപ്പോഴും അവർ ഇതിനെപ്പറ്റി എന്താ പറഞ്ഞാൽ ബോധേഡായിരിക്കും. അതേസമയം എനിക്ക് അതിനെ പേഴ്സണലി താല്പര്യമില്ല. അപ്പോൾ ഞാൻ കൂടുതലും അറിയാലോ സാഹിത്യം, പുതിയ പുസ്തകങ്ങളെ പറ്റിയൊക്കെ ചിലപ്പം ഇവരെക്കാളും നോളജ് എനിക്കും ഉണ്ടായിരിക്കും. കാരണം ഞാനിപ്പോൾ പുതിയ പുസ്തകങ്ങൾ ഏതൊക്കെ, നോവലിസ്റ്റുകൾ ഏതൊക്കെ, അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളുടെ ഒരു റേഞ്ച് അതാണല്ലോ. അപ്പോൾ അതിലായിരിക്കും നമ്മളും കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുണ്ടായിരിക്കുക. അവർ ഈ വിഷയത്തിലായിരിക്കും ഇൻട്രസ്റ്റഡ് ആയിട്ടുണ്ടായിരിക്കുക. അപ്പോൾ എനിക്ക് പക്ഷേ ആ സമയത്തൊക്കെ ഞാൻ ഇവരൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ, അതായത് ഈ കാർ ഇങ്ങനെ, ഈ കമ്പനിയുടെ കാർ ഇങ്ങനെ, അത് ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ, പിന്നെ എഞ്ചിൻ്റെ സ്പെസിഫിക്കേഷൻസ്, ടോർക്ക്, പിന്നെ എഞ്ചിൻ്റെ ഓരോ കാര്യങ്ങളും, അപ്പോൾ ഏത് എഞ്ചിനാണ് നല്ല എഞ്ചിൻ, അല്ലെങ്കിൽ എഞ്ചിൻ്റെ ഓരോ സ്പെസിഫിക്കേഷൻസ് എങ്ങനെയാണ് അറിയുന്നത്. അതുപോലെ തന്നെ ചില ആൾക്കാർ ഫോണുകളെ പറ്റി ഇതൊക്കെ പറയും. ഇപ്പം നമുക്കെന്ന് പറഞ്ഞാൽ ഒരു ഫോണെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഫോൺ വിളിക്കുക, കട്ട് ചെയ്യുക, ഫോൺ വിളിച്ച് സംസാരിക്കുക എന്നുള്ളത്. പക്ഷേ ചില ആൾക്കാർ ഇതിനെ പറ്റിയുള്ള, അവരുടെ കയ്യിൽ ഇത്ര വലിയ ഫോണൊന്നും ഇല്ലെങ്കിൽ പോലും അവർ ആ ഒരു ഓരോന്നിൻ്റെ റാം എത്രയാണ്,
ഇതെത്രയാണ്, സ്പീഡ് എത്രയാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ എനിക്കൊരു ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നിയിട്ടുണ്ട്. അതായത് ഒരു ജനറൽ നോളജ് എന്ന രീതിയിൽ ഇതെല്ലാം പഠിച്ചൊക്കെ ഒരു ആഗ്രഹം തോന്നിയിട്ടുണ്ട്. സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ അതെൻ്റെ മനസ്സിലുണ്ട്. അതായത് ഒരു ജനറൽ നോളജ് എന്ന രീതിയിൽ ഇപ്പം മൊബൈലുകളെ പറ്റിയും വണ്ടിയെ പറ്റിയും വണ്ടിയുടെ മെക്കാനിക്സിനെ പറ്റിയൊക്കെ ജനറൽ നോളജ് എന്ന രീതിയിൽ കൂടുതൽ അറിയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ അങ്ങനെ അതിലേക്ക് ട്രൈ ചെയ്തിട്ടില്ല. കാര്യം നമുക്ക് ആ സമയവും പിന്നെ ഇതിനെപ്പറ്റി വീണ്ടും നമ്മൾ ഒരുപാട് വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യണമെന്നുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷേ എനിക്ക് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ കാണുമ്പോൾ ഭയങ്കര ഇതൊക്കെ തോന്നാറുണ്ട്. അവരെ പോലെ നമുക്കും കുറച്ച് നോളജ് വേണമെന്നുള്ള നോളജ് എന്നുള്ളതിലാണ് എനിക്ക് കൂടുതൽ താല്പര്യം തോന്നിയിട്ടുള്ളത്. അപ്പോൾ എനിവേ ഒരു ഫാസ്റ്റ് ട്രാക്ക് എന്ന് പറഞ്ഞ മാഗസീൻ ഉണ്ട്, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ ആദ്യമായിട്ട് പർച്ചേസ് ചെയ്തത്. പിന്നെ നമ്മുടെ സ്ഥിരം എന്താ പറയുന്നത് ഇതായിട്ടുള്ള സ്ഥിരം മാഗസീൻസ് ആയിട്ടുള്ള മാതൃഭൂമി ഇപ്രാവശ്യം ഇതുപോലെ തന്നെ മാതൃഭൂമി ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സ് ഫെബ്രുവരി 6 തൊട്ട് 9 വരെ നടന്നു ഓൾറെഡി. ഇത് ഫെബ്രുവരി എത്രാം തീയതിയാണ്? ഫെബ്രുവരി 9 വരെയുള്ള മാതൃഭൂമി ആഴ്ച പതിപ്പാണ് 2025. അപ്പോൾ അത് 2025 മാതൃഭൂമിയുടെ ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ ലെറ്റേഴ്സ് കഴിഞ്ഞു. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ആർട്ടുകളും മറ്റു കാര്യങ്ങളൊക്കെയാണ് കൂടുതലുള്ളത്. കവറായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു പോളിഷ് സാഹിത്യകാരിയുടെ പോളിഷ് സാഹിത്യകാരിയുടെ എന്താ പറയുക ഫോട്ടോയാണ് കവറായിട്ട് കൊടുത്തിട്ടുള്ളത്. പേര് ഞാൻ പറയുന്നതായിരിക്കും, കാരണം അവർ ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്തുകൊണ്ട് നിങ്ങൾ എവിടെയെങ്കിലും ഈ ഫോട്ടോ കാണുവാണെങ്കിൽ ഇന്ന ആളാണെന്ന് അറിയാലോ. അപ്പോൾ അകത്ത് എഴുതിയിട്ടുണ്ട് പേരെന്താന്ന്. അതുകൂടാതെ ഇൻഫോക്കിൽ സംഭവിച്ചത് ജെ ശൈലജ എഴുതിയിരിക്കുന്നു. കടലിനു കുറുകെ ഒരു പക്ഷി എഴുതിയിട്ടുള്ളത് വി പ്രവീണ. വടക്കുകിഴക്കൻ ഗോത്രശ്രീകൾ മായ എസ്. ഇത്രയാണ് കവറിൽ വന്നിട്ടുള്ളത്. അതോടെ 10 കവിതകളുണ്ട്. എഴുതുന്ന ആൾക്കാർ സാവിത്രി രാജീവൻ, ഷീജ വക്കം, കനിമോൾ, ലോപാമുദ്ര, അമുദീപ, സന്ധ്യ ഇ, പ്രമീള ദേവി, ഇന്ദിര അശോക്, രാഗി റാസ്, രശ്മി കിട്ടപ്പ. എല്ലാം സ്ത്രീകളാണ്. അപ്പോൾ 10 സ്ത്രീ കവികളുടെ 10 കവിതകളുണ്ട്. പിന്നെ മുലപ്പാൽ നിർമ്മിച്ച നവലോകങ്ങൾ എന്ന് പറഞ്ഞിട്ട് സംഗീത ചേനമ്പുല്ലി എഴുതുന്ന ഒരു ആർട്ടിക്കിളും ഉണ്ട്. പിന്നെ ഈ മാതൃഭൂമി ഇൻ്റർനാഷണൽ ഓഫ് ലെറ്റേഴ്സിനെ പറ്റിയുള്ള ആർട്ടിക്കിളിൻ്റെ അതായത് കവർ സ്റ്റോറിയുടെ പേര് പരിവർത്തന പ്രവാഹങ്ങൾ, എഴുതുന്നത് PK രാജശേഖരൻ. പരിവർത്തന പ്രവാഹങ്ങൾ, അതായത് ഏറ്റവും കൂടുതൽ മറ്റ് ഭാഷകളിൽ നിന്നുള്ള പുസ്തകങ്ങളാണ് എന്തോ പറയുന്നത് മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തായിരിക്കും കൂടുതൽ ഇവിടെ മാതൃഭൂമിയിൽ ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് മാതൃഭൂമി ലിറ്റററി ഫെസ്റ്റിവലിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരിക്കുക. അപ്പോൾ അതുകൊണ്ടായിരിക്കും പരിവർത്തന പ്രവാഹങ്ങൾ എന്ന് പറഞ്ഞിട്ട് എന്താ പറയുന്നത് ആർട്ടിക്കിൾ വരികയും പിന്നെ മറ്റൊരു രാജ്യത്തെ എഴുത്തുകാരിയുടെ പടം കവറായിട്ട് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഈ എഴുത്തുകാരിയുടെ പേര് മാത്രം ഞാൻ പ്രത്യേകം ഒന്ന് പറയാം, കാര്യം കവറായിട്ട് കൊടുത്തിരിക്കുന്നുണ്ട്. എഴുത്തുകാരിയുടെ പേര് ഉർസുല ഹൊനേക്ക് എന്നാണ് എഴുത്തുകാരിയുടെ പേര്. അവർ പോളിഷ് എഴുത്തുകാരിയാണ്. ഉർസുല ഹൊനേക്ക് എന്നാണ് ഈ എഴുത്തുകാരിയുടെ പേര്. പുള്ളിക്കാരി പോളിഷ് റൈറ്ററാണ്. അപ്പോൾ നിങ്ങൾക്ക് പോളിഷ് റൈറ്ററായിട്ടുള്ള എന്തായാലും മാതൃഭൂമി ഇമ്പോർട്ടൻ്റ് ആയിട്ട് കവറായിട്ട് കൊടുക്കുമ്പോൾ സംതിങ് ദേർന്നോ. സോ അതുകൊണ്ട് ഇവരുടെ കൃതികളൊക്കെ കിട്ടുവാണെങ്കിൽ വായിച്ചു നോക്കാമെന്നാണ്. സോ പിന്നെ മുമ്പ് ഇവിടെ എഡിറ്റോറിയലുണ്ട്. എഡിറ്റോറിയലിന് മുമ്പ് പേരിട്ടിരുന്ന വാക്കിനെന്നായിരുന്നു. ഇപ്പോൾ അവർ പേര് മാറ്റി വാതിൽ എന്നാക്കിയിട്ടുണ്ട്. സുഭാഷ് ചന്ദ്രൻ ചീഫ് എഡിറ്ററായോ അതോ നോക്കട്ടെ. ചെയർമാൻ, മാനേജിങ് എഡിറ്റർ, ജോയ് ചീഫ് എഡിറ്റർ, അസിസ്റ്റൻ്റ് എഡിറ്റർ. സുഭാഷ് ചന്ദ്രൻ അസിസ്റ്റൻ്റ് എഡിറ്റർ ആയിരുന്നു. പക്ഷേ ഇപ്രാവശ്യം എഡിറ്റോറിയൽ എഴുതിയിട്ടുള്ള സുഭാഷ് ചന്ദ്രൻ എന്ന് പ്രത്യേകം കൊടുത്തിരുന്നു. വാതിൽ എന്നാണ് എഴുതിയിരിക്കുന്നത്. നേരത്തെ വാക്കിൻ എന്നായിരുന്നു, അത് മാറ്റി അവരിപ്പോൾ വാതിൽ എന്നാക്കി. എഡിറ്റോറിയൽ പേജിൻ്റെ പേര് വാതിൽ എന്നാക്കി. അപ്പോൾ ഇതാണ് എന്താ പറയുക ആദ്യത്തെ പേജ്. ഇതാണ് ഉള്ളടക്കം പേജ്. അപ്പോൾ ഉള്ളടക്കം ഒന്ന് വായിക്കാം. അപ്പം ഞാൻ പറഞ്ഞ പോലെ 10 കവിതകളുണ്ട്. ആ കവിതകളുടെ പേരും അവരുടെ എഴുതിയിരിക്കുന്ന എഴുത്തുകാരികളുടെ പേരും കൊടുത്തിരിക്കുന്നു. എല്ലാം സ്ത്രീകളുടെ 10 കവിതകൾ. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ കടലിന് കുറുകെ ഒരു പക്ഷി, വി പ്രമീള, അത് കഥയാണ്. അതുകൂടാതെ ആർട്ടിക്കിളുടെ പേരുകൾ വായിക്കുവാണ്. മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവം 2025, അതിനെപ്പറ്റിയുള്ള ആർട്ടിക്കിൾ പരിവർത്തന പ്രവാഹങ്ങൾ, എഴുതിയിട്ടുള്ളത് PK രാജശേഖരൻ. അതുപോലെ ആദിവാസി ഗോത്രങ്ങളും സ്ത്രീ അവസ്ഥകളും, വടക്കുകിഴക്കൻ ഇന്ത്യയിൽ നിന്നൊരു രാഷ്ട്രീയ ചോദ്യം, ആരാണ് ആദിവാസികൾ, എഴുതിയിട്ടുള്ളത് മായ എസ്. അഭിമുഖം, കരഞ്ഞു കാല് പിടിച്ച് നടത്തേണ്ടതല്ല നാടകോത്സവം, അഭിമുഖം നടത്തുന്നത് C സരിത്. അഭിമുഖം നടത്തുന്ന ആൾ പിന്നെ എന്താ പറയുക ആരെയാണോ അഭിമുഖം ചെയ്യുന്നത് ആ വ്യക്തിയുടെ പേര് ജെ ശൈലജ. മുലയൂട്ടലിൻ്റെ ചരിത്രവും ശാസ്ത്രവും, മുലപ്പാൽ നിർമ്മിച്ച നവലോകങ്ങൾ, ഡോക്ടർ സംഗീത ചേനമ്പുല്ലി. പിന്നെ നോവൽ, അത് സീരീസായിട്ട് വരുന്നതാണ് മൾബറി. ആത്മകഥ, അതും സീരീസാണ്, ഇന്ദ്രധനുസ്, അത് എഴുതുന്നത് ഇന്ദ്രൻസിൻ്റെ ആത്മകഥ. അതുപോലെ സ്ഥിരം പങ്ക്തികളായിട്ടുള്ള വായനക്കാർ എഴുതുന്നു വെബിനിവേശം.
അപ്പം കവിതകളുടെ പേരും എഴുത്തുകാരിയുടെ പേരും വായിക്കുവാണ്. കവിത ചത്തവരുടെ ശക്തി എഴുതിയിട്ടുള്ളത് സാവിത്രി രാജീവൻ. മെഹ്സാന എഴുതിയിട്ടുള്ളത് ഷീജ വൈക്കം. കൃഷ്ണവനത്തിൽ എഴുതിയിട്ടുള്ളത് കനിമോൾ. പൈഡ് പൈപ്പേഴ്സ് പൈഡ് പൈ ഞാൻ പെയ്ഡ് എന്നാണോ എന്നൊരു സംശയം വന്നു, അതുകൊണ്ടാണ്. പൈഡ് പൈപ്പേഴ്സ്. ലോപാമുദ്ര. സീതക്കളി എഴുതിയിട്ടുള്ളത് അമ്മുദീപ. പടിഞ്ഞാറേക്കോട്ട എഴുതിയിട്ടുള്ള സന്ധ്യ ഇ. ഉടലഭ്യാസം എഴുതിയിട്ടുള്ളത് പ്രമീള ദേവി. ഭ്രമാത്മകം എഴുതിയിട്ടുള്ള ഇന്ദിര അശോക്. തിരിച്ചെടുക്കണമേ എഴുതിയിട്ടുള്ളത് രാഹി റാസ്. മരിച്ചവരുടെ പാർലമെൻറ്റ് എഴുതിയിട്ടുള്ളത് രശ്മി കിട്ടപ്പ. അപ്പം അതുകൂടാതെ ഏറ്റവും അവസാനം വന്നുകൊണ്ടിരുന്നത് കെ ഷെരീഫ് വരച്ചുകൊണ്ടിരുന്ന ഒരു മോഡേൺ ആർട്ടായിരുന്നു വാക്ക് ഔട്ട് എന്ന് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു വാക്കിൻ്റെ പേര് മാറ്റിയിട്ട് വാതിൽ നാക്കിയെന്ന്. ഇവിടെ സാധാരണ ഏറ്റവും അവസാനത്തെ പേജ്, അതായത് ഇതാണ് ഏറ്റവും അവസാനത്തെ കവർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അവസാനത്തെ കവറിന് മുമ്പുള്ള അവസാനത്തെ പേജിൽ വാക്ക് ഔട്ട് എന്നായിരുന്നു. അത് കെ ഷെരീഫ് വരയ്ക്കുന്ന മോഡേൺ ആർട്ടായിരുന്നു അവിടെ വന്നുകൊണ്ടിരുന്നത്. അതിന് പകരം അടുത്ത ആഴ്ച മുതൽ പുതിയൊരു സീരീസ് തുടങ്ങുവാണ്. എന്താ നമ്മുടെ ജി അരവിന്ദിൻ്റെ ചെറിയ മനുഷ്യരും വലിയ ലോകവും എന്ന് പറഞ്ഞിട്ടൊരു എന്താ പറയുക ഒരു കാർട്ടൂൺ സ്ട്രിപ്പ് സീരീസ് ഉണ്ട്. ഒരു പേജ് ഫുള്ള് വരുന്ന കാർട്ടൂൺ സ്ട്രിപ്പ് സീരീസ്. അപ്പോൾ അതുപോലെ തന്നെ കൊണ്ടാട്ടം ലൈവ് എന്ന് പറഞ്ഞിട്ട് സുനിൽ രാജ് വരയ്ക്കുന്ന ഒരു എന്താ പറയുക ഒരു കോമിക് സ്ട്രിപ്പ്, അതായത് ആക്ഷേപഹാസ്യം അല്ലെങ്കിൽ നാട്ടിൽ നടക്കുന്ന ഓരോ രാഷ്ട്രീയ കാര്യങ്ങളെ പറ്റിയൊക്കെയുള്ള ഒരു കോമിക് സ്ട്രിപ്പായിരിക്കും അടുത്ത ആഴ്ച മുതൽ മാതൃഭൂമിയുടെ അവസാനത്തെ പേജ് വരുന്നത്. സുനിൽ രാജ് എന്ന് പറയുന്ന ആർട്ടിസ്റ്റിൻ്റെ പേര് എന്നുവെച്ചാൽ ഈ അവസാനം വരുന്ന ആ സ്ഥിരം പങ്ക്തിയുടെ പേര് കൊണ്ടാട്ടം ലൈവ്. അപ്പോൾ അതിൻ്റെ പരസ്യം ഈ ആഴ്ച അതിൻ്റെ പരസ്യം കൊടുത്തിരിക്കുന്നു, അടുത്ത ആഴ്ച തൊട്ട് അതാണെന്ന് കാണിക്കാൻ വേണ്ടി. അപ്പോൾ ഇതാണ് മാതൃഭൂമി 2025 ഫെബ്രുവരി 9 വരെയുള്ള മാതൃഭൂമി ആഴ്ചപ്പതിപ്പ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മറ്റൊരു സ്ഥിരം മാസികയായിട്ടുള്ള മാതൃഭൂമി GK ആൻഡ് കറണ്ട് അഫയേഴ്സ് ഫെബ്രുവരി ലക്കം. അപ്പം ഇതിൻ്റെ കവർ സ്റ്റോറി ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഡേറ്റയാണ്. നോട്ട് അവൈലബിൾ, സ്ഥിതി വ്യക്തമാക്കാത്ത സ്ഥിതിവിവര കണക്കുകൾ. ഡേറ്റ ഇല്ല എന്നാണോ അറിയില്ല. പിന്നെ കൂടാതെ മറ്റ് കവർ സ്റ്റോറികൾ: തുടരുന്ന വേസ്റ്റ് കൊളോണിയലിസം, തടയാനാവാതെ സൈബർ കുറ്റകൃത്യങ്ങൾ, പാസ്പോർട്ടിൻ്റെ ശക്തി, നയതന്ത്രത്തിനെതിരെയും. പിന്നെ എക്സാം ഫോക്കസ്, PSC ഡിഗ്രി ലെവൽ പ്രിമിലിംസും സിവിൽ സർവീസ് പ്രിമിലിംസിനെയും പറ്റിയുള്ള ചോദ്യോത്തരങ്ങൾ. അത് സ്ഥിരമുള്ള ഇതാണ് ഉള്ളടക്കം പേജ് വായിക്കുകയാണ്. ഞാൻ പറഞ്ഞ പോലെ എൻവയൺമെൻറ്റ് എന്ന ടോപ്പിക്കിൽ വരുന്നത് സ്വാതന്ത്ര്യം കിട്ടാതെ മാലിന്യ കോളനികൾ എഴുതുന്നത് റസിയ സുൽത്താന. സൈബർ ക്രൈം എന്ന ടോപ്പിക്കിൽ വരുന്നത് കുരുക്കഴിക്കാനാകാത്ത സൈബർ കെണി എഴുതിയിട്ടുള്ളത് BS ബിമിനിത്ത്. ട്രാവൽ, പാസ്പോർട്ടിൽ തെളിയുന്ന നയതന്ത്ര ശക്തി എഴുതിയിട്ടുള്ളത് വന്ദന വിശ്വനാഥൻ. GK+, കുറ്റാന്വേഷണവും രഹസ്യാന്വേഷണവും അത് എഴുതിയിട്ടുള്ള അരുൺകുമാർ KM ആണ്. അതുകൂടാതെ കവർ സ്റ്റോറി ആയിട്ട് വന്നിട്ടുള്ളത് രൂക്ഷമാകുന്ന സ്ഥിതിവിവര പ്രതിസന്ധി എഴുതുന്ന ഡോക്ടർ J രത്നകുമാർ. അതാണ് കവർ സ്റ്റോറി, ഡേറ്റ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത്. ഇതുകൂടാതെ കോളം സ്ഥിരം പങ്ക്തികൾ ഒന്ന് ക്വിക്ക് റീഡ്സ്, ഫിയസ്ത, വോഗ്, റീപ്ലൈ, ദ പേഴ്സൺ, സയൻസ് അലേർട്ട്, ബുക്ക് എക്സേർട്ട്, ക്യുസോണ്, ഗിൽഡ്, ഇയർ മാർക്ക്, അപ്പർ ഹൗസ്, ബസ് വേർഡ്, ഇവൻറ്റ്, കറണ്ട് ഇവൻറ്റ്സ്, സ്പോർട്സ്, അബോറിജിനൽ. എക്സാം ഫോക്കസ്: ഇംപ്രൂവ് യുവർ ഇംഗ്ലീഷ്, സിവിൽ സർവീസ് പ്രിലിംസ്, PSC ഡിഗ്രി ലെവൽ പ്രിലിംസ്, ജനറൽ ഇംഗ്ലീഷ്, കറണ്ട് അഫയേഴ്സ് ഫോർ കോമ്പറ്റേറ്റീവ് എക്സാംസ്, സിവിൽ സർവീസ് മെയിൻസ്. ഇത്രയാണ്. അപ്പോൾ ഇവിടെ കോളംസ് എല്ലാം ഇംഗ്ലീഷിലാണ് കൊടുത്തിരിക്കുന്നുള്ളത്. ഞാനിതിപ്പോഴാണ് ശ്രദ്ധിച്ചത്, ഇതിങ്ങനെ തന്നെയാണ് വർഷങ്ങളോളം വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ വായിക്കുമ്പോഴെല്ലാം GK ആൻഡ് കറണ്ട് അഫയേഴ്സ് ഇങ്ങനെ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ മാതൃഭൂമിയുടെ ആഴ്ചപ്പതിപ്പുണ്ടല്ലോ, അതിനകത്തൊരു മലയാളവൽക്കരണമുണ്ട്. അതായത് മിക്കവാറും ഒരു ഇംഗ്ലീഷ് വാക്കും ഉപയോഗിക്കാതെ എഴുതാൻ പറ്റുമെങ്കിൽ അങ്ങനെ മാത്രമേ അവർ എഴുതാറുള്ളൂ. ആ മാതൃഭൂമി ആഴ്ചപ്പതിപ്പായിട്ട് ബന്ധപ്പെട്ട ഇപ്പോൾ ഒരു കഥയായാലും കവിതയാണെങ്കിലും ഈവൻ ആർട്ടിക്കിളുകളാണെങ്കിലും എന്താ പറയുക, അതായത് അവരിങ്ങനെ ഒരു ഇംഗ്ലീഷ് വാക്ക് നമ്മളിങ്ങനെ സാധാരണഗതിയിൽ നമ്മൾ ഇംഗ്ലീഷ് വാക്ക് പറഞ്ഞായിരിക്കും നമ്മൾ പറയുമ്പോൾ പെട്ടെന്ന് ഇംഗ്ലീഷുകളായിരിക്കും പറഞ്ഞത്. പക്ഷേ അവർ പരമാവധി ഇംഗ്ലീഷ് ഒഴിവാക്കി മലയാളം വരുന്ന രീതിയിലാണ് ഇപ്പോൾ എഴുത്ത് ഫുൾ. ഇപ്പോൾ നമ്മൾ ചില നോവലുകളൊക്കെ വായിക്കുമ്പോൾ പോലും പരമാവധി മലയാളം ഉപയോഗിക്കുന്ന ഒരു ടെൻഡൻസി അതായത് ലിറ്റററി നോവൽസിനൊക്കെ ഉണ്ട്. അത് തന്നെയാണ് നമ്മുടെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് അത് ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. GK ആൻഡ് കറണ്ട് അഫയേഴ്സ് പിന്നെ എന്താ പറയുക മാതൃഭൂമിയുടെ ആണെങ്കിൽ പോലും അവർ മലയാളവൽക്കരണവും ഇല്ല. ഇപ്പം ക്വിക്ക് റീഡ്സ് എന്ന് പറയുന്നതിന് പെട്ടെന്ന് വായിക്കണം, അല്ലെങ്കിൽ ഫിയസ്തയ്ക്ക് അതിൻ്റെ മലയാളം, റീപ്ലൈ എന്നുള്ളതിന് അതിൻ്റെ മലയാളം, ദ പേഴ്സൺ വ്യക്തി എന്ന അങ്ങനെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലാണെങ്കിൽ ഇത് ഇംഗ്ലീഷ് പരിപാടിയേ ഇല്ല. ഇപ്പോൾ തന്നെ വാക്കൗട്ടൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഇപ്പോൾ വാതിൽ എന്നൊക്കെ ആക്കിയതുപോലെ
ഇവർ ഇംഗ്ലീഷ് എങ്ങനെയെങ്കിലും ഇംഗ്ലീഷ് ഒഴിവാക്കിയിരിക്കും. തുറന്ന് മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് വരെ അത് പ്രത്യേകം നമുക്ക് നമ്മൾ സ്ഥിരമായിട്ട് വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഇവർ മനഃപൂർവ്വം ചില സമയത്ത് എന്താ പറഞ്ഞാൽ ഇംഗ്ലീഷ് ഉപയോഗിച്ചാൽ മതി എന്നിരിക്കെ തന്നെ ഇംഗ്ലീഷ് വാക്ക് എല്ലാവർക്കും മനസ്സിലാവും, അല്ലെങ്കിൽ അതാണ് എളുപ്പമെന്ന് ഇരിക്കെ തന്നെ ഇവർ എങ്ങനെയെങ്കിലും അതിനെ എന്താ പറഞ്ഞാൽ മലയാളവൽക്കരിക്കാറുണ്ട്. അതുപോലെ ബുക്ക് എക്സേർട്ട് എന്ന് ബുക്ക് എക്സേർട്ട് തന്നെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലായിരുന്നെങ്കിൽ അവന്മാർ എങ്ങനെയെങ്കിലും ഒരു മലയാളം ഒരു ടൈറ്റിൽ എങ്ങനെയെങ്കിലും കൊണ്ടുവരും. ഇപ്പം എന്താ പറയുക സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിന് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സാമൂഹിക അകലം പാലിക്കുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും മലയാളവൽക്കരണം മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ പണിയാണ്. പക്ഷേ GK കറണ്ട് അഫയേഴ്സിന് അങ്ങനെ ഇല്ല എന്നുള്ളത് ഞാൻ ഇപ്പോഴാണത് നോട്ട് ചെയ്തത്. അങ്ങനെ ഒരു സംഭവം GK കറണ്ട് അഫയേഴ്സിന് എന്തായാലും ഇല്ല. അവരെല്ലാം ഇംഗ്ലീഷ് ആയാലും മതി, കാര്യം അറിഞ്ഞാൽ മതി, അല്ലാതെ മലയാളത്തിൽ തന്നെ പറയണമെന്ന് നിർബന്ധമില്ല GK കറണ്ട് അഫയേഴ്സിന്. മാതൃഭൂമിക്കാരുടെ തന്നെ. ഇനി അടുത്തത് നമ്മുടെ സ്ഥിരം ഭാഷാഭൂഷണി ഇപ്രാവശ്യം കവറായിട്ട് കൊടുത്തിട്ടുള്ളത് MD ആണ്. അപ്പോൾ ഞാൻ ഈ അകത്തെ എഡിറ്റോറിയലിൻ്റെ ആ ആമുഖം കൊടുക്കുമല്ലോ, എഡിറ്റോറിയലായിട്ട് ആമുഖം കൊടുക്കാറുണ്ട്. അപ്പോൾ ആമുഖത്തിൽ സംഭവം എന്താ പറയുക ജനുവരി ലക്കോ, ഇത് ഫെബ്രുവരി ലക്കമാണ്. ഭാഷാഭൂഷണി 2025 ഫെബ്രുവരി ലക്കമാണ്. ജനുവരി ലക്കം ഫുള്ള് MDക്ക് ഡെഡിക്കേറ്റഡ് ആയിരുന്നു. അപ്പോൾ ഫെബ്രുവരിയിലും കൂടെ ആൾക്കാർക്ക് പറഞ്ഞു കുറച്ചും കൂടെ MDയെ പറ്റി കേട്ടിട്ട് ഞങ്ങൾക്ക് മതിയായില്ല, കുറച്ചും കൂടെ തരൂ എന്ന് എന്താ പറഞ്ഞത് വായനക്കാർ പറഞ്ഞതോ അല്ലെങ്കിൽ അവർ എന്താ പറയുക ആർട്ടിക്കിളുകൾ ഇനിയും ആൾക്കാർ എഴുതി അയച്ചപ്പം അത് ഇനിയും ഉണ്ടായതുകൊണ്ടോ ഈ ഫെബ്രുവരി ലക്കവും MD പറ്റിയാണ്. MDയെ പറ്റി പറഞ്ഞാലും തീരത്തില്ല എന്ന് കൂടി അവർ ആമുഖത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ജനുവരി ലക്കം ഫുൾ MDക്ക് ഡെഡിക്കേറ്റഡ് ആയിരുന്നു, പ്ലസ് ഫെബ്രുവരി ലക്കവും MDക്ക് ഡെഡിക്കേറ്റഡാണ്. അപ്പോൾ എഴുത്തിൻ്റെയും ജീവിതത്തിൻ്റെയും നാലുകെട്ട് എന്നാണ് കവർ സ്റ്റോറി. പിന്നെ ഈ MDയെ പറ്റി എഴുതുന്ന ആൾക്കാർ ഈ ലക്കത്തിൽ MD രവീന്ദ്രൻ, ജയരാജ്, D മനോജ് വൈക്കം, PJ ജോഷുവ, ഇത്രയും പേരാണ് MDയെ പറ്റി എഴുതുന്നത്. ഇതാണ് ഉള്ളടക്കം പേജ്. ഇപ്പോൾ ഉള്ളടക്കം പേജിൽ MDയെ പറ്റിയുള്ള അനുഭവങ്ങൾ 4 പേര് പങ്കുവച്ചിരിക്കും, 4 ഇതായിട്ട്. കൂടാതെ ലേഖനം, കവിത, സ്ഥിരം പങ്ക്തി, ഇത്രയാണ് അത് ഓരോ ഉള്ളത്. ഇപ്പോൾ MD അനുഭവം എഴുതുന്നത് MD രവീന്ദ്രൻ, D മനോജ് വൈക്കം, ജയരാജ്, PJ ജോഷുവ. അടുത്ത ലേഖനങ്ങളാണ്. ഉപരൂപങ്ങളിലെ ലാസ്യായനങ്ങൾ എഴുതുന്നത് സുധീഷ് നമ്പൂതിരി. റെയിൽ പയനങ്ങളിൽ, അത് സ്ഥിരം ആയിട്ട് വരുന്നത്, റെയിൽ പയനങ്ങളിൽ സ്ഥിരം പങ്ക്തിയാണ് എഴുതുന്നത് TD രാമകൃഷ്ണൻ. എനിക്കൊന്ന് അനുഭവക്കുറിപ്പാന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പറ്റിയുള്ള. പരുവാശ്ശേരി ജൈന ശേഷിപ്പുകൾ എഴുതിയിട്ടുള്ളത് മകിരം രാമേന്ദ്രൻ. അടുത്തത് GG എവിടെ കവിതാ ചർച്ച, അതിൽ പങ്കെടുക്കുന്നവർ കവിതാ ചർച്ചയാണ്. അപ്പോൾ അതിന് പങ്കെടുക്കുന്ന മനോജ് കൂവൂർ, സുധീഷ് കൊട്ടേമ്പ്രം, TP വിനോദ്, ചന്ദ്രശേഖരൻ നായർ MG, TP രാധാകൃഷ്ണൻ. ഇത്രയും പേരാണ് കവിതാ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അത് കവിതയുടെ ചർച്ചയുടെ ടോപ്പിക്ക് GG എവിടെ. അടുത്ത കവിതയാണ് ബാൽക്കണി, എഴുതുന്നത് S ജോസഫ്. അതിവിടെ കൊടുത്ത് ഇത് ഉള്ളടക്കം കഴിഞ്ഞ് വരുന്ന പേജിൽ ആ കവിതയാണ് ബാൽക്കണി S ജോസഫ്. അതിനുശേഷം രുദ്രമൂർത്തിയുടെ രഹസ്യ ജീവിതം KGS എഴുതുന്ന കവിതയാണ്. രാഷ്ട്രം സെബാസ്റ്റ്യൻ എഴുതുന്ന കവിത. ഇസ്ക്ര എഴുതുന്നത് സമദ് പനയപ്പിള്ളി. അടുത്ത കഥ, 3 കഥയുണ്ട്. ത്രില്ലർ, ആ കഥ എഴുതുന്നത് ബിജോയ് ചന്ദ്രൻ. ഗന്ധം തേടുന്നവർ കഥ എഴുതുന്നത് മോബിൻ മോഹൻ. മാറ്റ് എഴുതുന്നത് CP ബൈജു. അതുകൂടെ സ്ഥിരം പങ്ക്തിയായിട്ടുള്ള പ്രതികരണങ്ങൾ, പുസ്തകലോകം, പഴമയിൽ നിന്ന് സ്നേഹപൂർവ്വം, ഈ 4 സ്ഥിരം പങ്ക്തികൾ. അപ്പോൾ ഇതാണ് ഉള്ളടക്കം പേജ്. അപ്പം കവറായിട്ട് വന്നിട്ട് കവർ സ്റ്റോറി ഓർ മെയിൻ സ്റ്റോറി എന്ന് പറയുന്നത് MDയെ പറ്റിയുള്ള അനുഭവങ്ങളാണ്. ഇതാണ് 2025 ഫെബ്രുവരി ലക്കം ഭാഷാഭൂഷൺ. അപ്പോൾ ഇത്രയും മാഗസീനാണ് വാങ്ങിയത്. അപ്പോൾ ഇനി അടുത്ത ഇതെല്ലാം ഒന്ന് ഒരു റൗണ്ട് ഓടിച്ചൊന്ന് വായിച്ചു നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് എവർക്കും നന്ദി.